ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് വേഗം തന്നെ റെഡി ആയിട്ട് പോവാം, അതിനായിട്ടുള്ള ടിപ്സും അതോടൊപ്പം തന്നെ അവർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ പ്രൊഡക്ട്സ് ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ ഏരിയ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴായാലും ക്ലാസ്സിലേക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ വീട്ടിലായാലും ഒരുങ്ങി നിൽക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കേണ്ട ഐറ്റംസ്, അതായത് നമ്മുടെ സ്കിൻ കെയർ ആയിട്ടുള്ളത് ഹെയർ കെയറിനായിട്ടുള്ളതും ഹെയർ ആക്സസറീസും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ കാലത്ത് ക്ലാസ്സിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളെ അത് ചെറുപ്പത്തിലേ തന്നെ ശീലമാക്കുകയാണെങ്കിൽ അവരത് പതിയെ പതിയെ ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ശീലമായിക്കോളും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കൂടുതലും ഇതുപോലെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഓർഗനൈസേഴ്സ് ഒക്കെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൂടി അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു ഓർഗനൈസറിലാണ് കോസ്മെറ്റിക് ഐറ്റംസ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 ബോക്സുകളിലായിട്ട് ഹെയർ ബണ്ണും നെയിൽ പോളിഷ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. ചെറിയൊരു ട്രേയിൽ അവർ ക്ലാസ്സിലേക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഇപ്പോൾ റിബൺ ആയാലും ഹെയർ ബാൻഡ്സ് അങ്ങനത്തെയൊക്കെ വാച്ചോ അങ്ങനത്തെയൊക്കെ വെക്കാൻ ചെറിയൊരു ട്രേയും കൂടി അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെക്കുമ്പോൾ ഡെയിലി അത് കാണാണ്ടാവാതെ അതൊരു സ്ഥലത്ത് തന്നെ കുട്ടികൾക്ക് വെക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ചെറിയൊരു മിററും കൂടി ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേഗം തന്നെ ഒരുങ്ങി ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ അവരുടെ ഈ ഒരു ഡ്രസ്സിങ് കോർണർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച പിന്നെ അവർക്ക് വളരെ എളുപ്പമാണ് ക്ലാസ്സിലോട്ട് മാറിയൊക്കെ പോകാനായിട്ട്. സെക്കൻഡ് ടിപ്പ്, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ മഴയുണ്ട്, ഇടയ്ക്ക് വെയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ടൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികളുടേതായ സൺസ്ക്രീൻ തന്നെ വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് മാമ എഴുത്തിൻ്റെ റിച്ച് മോയ്സ്ചറൈസിങ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത വളരെ ലൈറ്റാണ്, ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്നെസ് ആണ്. അതോടൊപ്പം തന്നെ ആ വൈറ്റ് കാസ്റ്റ് അധികമില്ല, അതായത് ഭയങ്കര വെള്ള നിറം പോലെ സാധാരണ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവും, ഭയങ്കര കട്ടിയായിരിക്കും. ഇതങ്ങനെയല്ല, നല്ല മോയ്സ്ചറൈസിങ് ആണ്. അതോടൊപ്പം തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ വിയർത്ത് കഴിഞ്ഞാലും സൺസ്ക്രീൻ അങ്ങനെ ഒലിച്ച് ഇറങ്ങുന്ന ഒരു പ്രോബ്ലം ഇല്ല. SPF 50 അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാം. അപ്പോൾ മാമൂലത്ത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പ്ലാന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ സൺസ്ക്രീൻ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ ടാൽക്ക് പൗഡർക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് ടാൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ കണ്ണെഴുതും ഐലൈനർ യൂസ് ചെയ്യും. അതൊക്കെയാണ് സാധാരണ ഇവിടെ മക്കളൊക്കെ ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ സ്കൂളിലേക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ അത് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇയറിങ്സ് നമ്മുടെ സ്കൂളിൽ വലിയ ഹാങ്ങിങ്സ് ഒന്നും ചിലപ്പോൾ അലൗഡ് ആയിരിക്കില്ല. ചെറിയ റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇയറിങ്സ് യൂസ് ചെയ്യാം. വാച്ച് മസ്റ്റായിട്ടും ക്ലാസ്സിലേക്ക് യൂസ് ചെയ്യാം. ഇത് സ്മാർട്ട് വാച്ചാണ്, സ്കൂളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അവൾ വെറുതെ കെട്ടിയിരിക്കുന്നത്, അവൾ സാധാരണ വാച്ചാണ് സാധാരണ സ്കൂളിലേക്ക് കെട്ടാറുള്ളത്. ക്ലാസ് വിട്ട് വന്ന ശേഷമാണ് സാധാരണ അവരുടെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് വിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നരാടം വെച്ചിട്ടാണ് തലമുടിയും ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് തലമുടി വാഷ് ചെയ്യുക. അല്ലാത്ത ദിവസം സാധാരണ ജസ്റ്റ് വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മുടിയൊക്കെ കളഞ്ഞിട്ട് ഓയിൽ ഇതുപോലെയുള്ളൊരു ബോട്ടിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് ഓയിൽ വരും. ഇത് നമുക്ക് ഓൺലൈനിൽ ഇങ്ങനത്തെ ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കും. നീർവീഴ്ചയൊക്കെ കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ 5 മിനിറ്റ് വെച്ച ശേഷം ഞാൻ ഇതിൻ്റെ തലമുടിയുമ്പോൾ പേനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈരി ഒക്കെ കളയും. പേനൊക്കെ പോകണമെങ്കിൽ ഡെയിലി നമ്മളൊന്ന് ഈരി കൊടുക്കണം. പ്രത്യേകിച്ച് ലോങ് ഹെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പതിവായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഡെയിലി ഈരി കൊടുത്താൽ ഒരു പരിധി വരെ അത് കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും. അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഈരി കൊടുത്ത ശേഷമാണ് പിന്നെ ഞങ്ങൾ ഷാമ്പു ഇട്ടിട്ട് മുടി വാഷ് ചെയ്യും. ഷാമ്പു ഒന്നരാടം വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അതും കുട്ടികൾക്കായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യണേ. നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോബ്ലം, കുട്ടികളുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. അതുപോലെ തന്നെ ആ സോഫ്റ്റ്നെസ്സും ആ സിൽക്കി ആയിട്ടുള്ളത് പോവും. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ചെറുപ്പത്തിലേ തൊട്ട് ബേബി ഷാമ്പു തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ മാമ്പഴത്തിൻ്റെ ഷാമ്പു ആണ്, ഈ കാണുന്ന ഷാമ്പു ആണ് ഇവർ വർഷങ്ങളായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുടിയൊന്ന് നനച്ച ശേഷം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല സ്വീറ്റ് സ്മെല്ലാണ്. അതോടൊപ്പം തന്നെ കണ്ണെരിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. മുടി നല്ല സിൽക്കി സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മാമൂലത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമുക്കിപ്പോൾ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്, കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഫസ്റ്റ് ക്രൈ എന്നിങ്ങനെ വെബ്സൈറ്റുകളിലും പേർപ്പിളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മാമൂലത്തിൻ്റെ വെബ്സൈറ്റും ആപ്പിൽ നിന്നും വാങ്ങാനായിട്ട് പറ്റും. അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് ഹെൽന 2024 എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക്സ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.
ആൻഡ് ടേക്ക് കെയർ.